ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസ് സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൂൻ്റെയും ആര്യയുടെയും ആനിവേഴ്സറി ആണ് ഏപ്രിൽ 2. അപ്പം അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, സ്റ്റാറ്റസൊക്കെ ഇടാനും പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 2-3 പിക്സ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലാണ് പോകുന്നത്. അപ്പോൾ അപ്പവും ആര്യയും ബ്ലാക്ക് ഒക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഞാനും മല്ലൂസും ഒക്കെ ബ്ലാക്കിൽ തന്നെയാണ്. എനിക്കിതൊരു കൊളാബിൻ്റെ ഡ്രസ്സാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. സാഫറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജാണ്. നിങ്ങൾ അവിടെ കയറി നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് കളക്ഷൻസ് ഉള്ള പേജാണ് കേട്ടോ. സോ കുഞ്ഞി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കമ്പനിക്ക്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ പോകാനുണ്ടായിരുന്നുള്ളൂ. ആദ്യം ഔട്ട്ഡോർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് പ്ലാൻ മാറ്റി. അങ്ങനെ പിന്നെ അവരൊക്കെ ഡാൻസും കളിയിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. തുമ്മിമോളെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, തുമ്മിമോളെ റീനമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നല്ല, അവർ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്യൽ നടക്കില്ല. പിന്നെ അല്ലുട്ടനാണെങ്കിൽ അന്ന് രാവിലെ തേനീച്ച കുത്തി അവൻ്റെ കാലിന്. അപ്പം അവൻ കുറച്ച് സങ്കടത്തിലായിരുന്നു. അപ്പോൾ അവനെയും കൂടെ ഓക്കെ ആക്കാന്ന് വെച്ചിട്ടാണ് അവനെ കൂട്ടിയത് കേട്ടോ. അങ്ങനെ തുമ്മീനെ വീട്ടിൽ വെച്ച് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. സ്നാപ്പി ഷോട്ട് എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പം എൻ്റേത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഡ്രസ്സ്. അതുപോലെ തന്നെ പിന്നെ ആര്യൻ്റേത് മീഷോ എന്നാണ്, അവൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ഷോപ്പിൽ ചെന്നു. അവിടുന്ന് ആ ചേട്ടനെ കൂടെ കണ്ടോ, നമ്മുടെ ക്യാമറാമാൻ അതാ പോകുന്ന. അങ്ങനെ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, കമൻറ്റ് പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. കാരണം പിന്നെ കൊളാബാണല്ലോ, അപ്പോൾ അവിടെ പിക്കൊക്കെ പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പിക്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വീഡിയോസും എടുക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ പോസ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൂനോട് ചിരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ചിരിക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ, ചിരിക്കാൻ പറയില്ല ചേട്ടാ, ക്യാൻഡിഡ് മതി എന്ന് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ പിന്നമ്പുറത്ത് അല്ലൂട്ടനും അടിപൊളി ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലൂട്ടനും തേജു എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരവിടെ കളിയിലാണ്, അതിൻ്റെ സൗണ്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനിടയിൽ കൂടെ ഞാനും 1-2 പിക്സ് അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി കേട്ടോ, അവിടെ നല്ല അടിപൊളി പിക്ക് തന്നെയായിരുന്നു. ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. എനിക്ക് ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ പേജിലൊന്ന് കയറി അവരോട് എൻക്വയറി ചെയ്യുക കേട്ടോ. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അതുപോലെ ബീഡ് വർക്കാണ്, കട്ട് ബീഡ്സിൻ്റെ വർക്കാണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാനും കുറച്ച് പിക്സൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയി നോക്കുമ്പോൾ അത് ചെക്കനത് അവിടെ തൂങ്ങി നിൽക്കുന്ന, മറ്റൊന്നത് ആര്യൻ്റെ ഫോട്ടോ എടുക്കുന്ന. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങിയിട്ടോ, ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ താഴെ പോയിട്ട് അവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള പിക്സൊക്കെ സെലക്ട് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്തു. നോക്കൂ കുട്ടി, ബാക്ക്ഗ്രൗണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിക്സൊക്കെ കുറച്ചുകൂടെ താഴെ ചെന്നപ്പോൾ അവിടുന്ന് കുറച്ച് 2-3 പിക്സൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്ത് ബാക്കി ഞങ്ങളെ ഫോണിൽ തന്നെയാണ് ബാക്കി പിക്സ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മുകളിലേക്ക് ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് വേണം എന്തെങ്കിലും കാര്യമായിട്ട് ഭക്ഷിക്കാൻ എന്ന് വിചാരിച്ചിട്ടല്ല. അവിടെ പുഡിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ഫ്ലേവേഴ്സ് നമുക്ക് ചെറുതായിട്ട് പണി പാളും എന്നെ പോലെ. അന്നത്തെ ദിവസം എനിക്ക് ചെറുതായി പണി പാളിയുണ്ടായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത ഫ്ലേവർ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. അതാണ് ഞങ്ങളുടെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പം ഇതാണ് സെക്ഷൻ. ഒരുപാട്, അതായത് ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് പുഡിങ് ഐറ്റംസ്, അതുപോലെ പാൽപ്പാടൊക്കെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുമ്പം ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു, ഫോണിൽ തന്നെ എടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴെ ബിസിനസ് പാർക്കിൻ്റെ അവിടെ വന്നിട്ടും കുറച്ച് പിക്സൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് തുമ്പി അലമ്പാക്കുമെന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ റീനമ്മ ഉള്ളതുകൊണ്ട് അമ്മ മാനേജ് ചെയ്യുന്നുള്ള ധൈര്യത്തോടു കൂടി ഞങ്ങൾ വിളിച്ചു പോലും നോക്കാതെ അവിടെ നിന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ അമ്മ മാളെ എന്താ വിഷമാക്കുണ്ടോ എന്ന് അറിയിക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അല്ലേ ഇവിടെ വന്നാൽ പറയും, എൻ്റെ മോളെ ഈ പോയിട്ടൊന്ന് മോളെ പോയിട്ട് അന്വേഷിച്ചിട്ട് പോലല്ലോ എന്ന്. അവിടെ ഞാൻ അമ്മനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ അല്ലൂട്ടനെയും കൊണ്ട് കുറച്ചാളെ അങ്ങനെ കറങ്ങി. അല്ലൂട്ടൻ റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടി അലമ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ കേൾക്കാത്ത മട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു. കാരണം നേരെ വേഗം പറ്റില്ല, എന്ന് വന്നിട്ട് ഇനിയും പിന്നെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ് ഗൈസ്. അപ്പോൾ അവർ നടന്നു പോകുന്ന വീഡിയോ, അവിടെ നിൽക്കുന്ന ഫോട്ടോ, ഇതൊക്കെ ഞാനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വീഡിയോ എന്താ പറയുക, പിക്ചർ കേട്ടസിയൊക്കെ ഞാനാണ് ഗൈസ്, ഞാൻ. ഓക്കെ,
അല്ലോട്ടിന് ഞങ്ങൾ ഇടം വലം നോക്കാതെയാണ് കൊണ്ടുവന്നത് ഗൈസ്. കാരണം ഇടത്തോട് നോക്കിയാലും വലത്തോട് നോക്കിയാലും റൈഡ്സും പിന്നെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജീപ്പ് കയറണം, കാറ് കയറണം എന്നൊക്കെ പറഞ്ഞ് ചെക്കൻ അലമ്പായിരുന്നു. നൈസായിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പുഡിങ് ഞങ്ങൾക്കൊരു പരാജയമായിരുന്നു അന്ന്. പക്ഷേ അവിടുത്തെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറ്റിക്കാട്ടൂരെത്തി. അവിടെ ഒരു കേക്ക് ഷോപ്പിൽ കയറി. കാരണം ആനിവേഴ്സറി ആണല്ലോ, സോ കേക്ക് ഓർഡർ ചെയ്യണ്ടേ. അപ്പോൾ അത് കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലൂട്ടനെ കുഞ്ഞിനെ ഏൽപ്പിച്ചതാണ്. കുഞ്ഞിരിക്കുന്നുണ്ടില്ലേ നിങ്ങൾ, ഇത് ലോക്കായതാണ് ഗൈസ്, കുട്ടീനെ കിടത്തിയപ്പോൾ ലോക്കായതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് ഷോപ്പിൽ കയറി. പിന്നെ കുറ്റിക്കാട്ടിലാണ് കഫേ കേക്ക് ലോഞ്ച് എന്നാണ്. ഇത് പല സ്ഥലങ്ങളിലുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത് കേട്ടോ. പക്ഷേ കേക്ക് വന്നിട്ട് ഞങ്ങൾ അതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് പറയാം. അങ്ങനെ അവിടെ കേക്കൊക്കെ ഏൽപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. കുഞ്ഞിനെ അവിടെ ആക്കണമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കുഴിമന്തി കണ്ടോ ഒക്കെ വാങ്ങി. ഞാൻ മന്തി കഴിക്കില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ കഴിക്കില്ല. കാരണം അല്ലൂട്ടന് അപ്പോഴത്തേക്കും കാല് നല്ല വേദന ഉണ്ടായിരുന്നു. തേനീച്ച കൂത്തിയെന്ന് പറഞ്ഞില്ലായിരുന്നോ. സോ കണ്ടോ മറ്റേ മഞ്ഞുമൽ ബോയ്സ് എന്ന പോലെ ഞങ്ങളിവിടുത്തെ ഗേളാണ് കേട്ടോ. അപ്പോൾ അവൾ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് പോയി ഗൈസ്. അങ്ങനെ ഇരിക്കുകയാണ്. ഇനി വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാ അപ്പോൾ വൈകുന്നേരമല്ല, ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ ആയി. അപ്പോഴാണ് പെണ്ണിനെ പിന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ തുമ്പിപ്പെണ്ണ് കണ്ടില്ലേ, ഞങ്ങൾ വരുമ്പോൾ കാത്തിരിക്കായിരുന്നു കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് ഇനി കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കണം. അതിന് വേണ്ടി പോവാണ് ഞങ്ങൾ. പോണ വഴിക്ക് ഞങ്ങൾ ബന്ന് മുട്ട അതൊക്കെ വാങ്ങിയിട്ട് പോയി. കാരണം മാമി അടിപൊളി കുക്കാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പരീക്ഷിച്ചൊരു സാധനവും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക കേട്ടോ. ബന്നും മുട്ടയൊക്കെ വെച്ചൊരു അടിപൊളി ഐറ്റം. അപ്പോൾ ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാമിക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്ത് മാമി ഇതാണെന്ന് ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ഞങ്ങളിതിലിങ്ങനെ ഇരുന്ന് കത്തിയടിക്കുകയാണ്. മാമീൻ്റെ അമ്മയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ആ സമയം ഞങ്ങൾ ബിഗ് ബോസിൻ്റെ സമയത്ത് ഇറങ്ങി വന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം ബിഗ് ബോസ് ഭ്രാന്തികളാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ അത് അവിടെ വെച്ച് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാമി ഐറ്റം കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ അല്ലുട്ടൻ എന്ന സുന്ദരനൊക്കെ വേണ്ടി കൊണ്ടുപോയതാണ്. ഞാനും അച്ചച്ചനും അപ്പും അല്ലുട്ടനും കൂടെ ഒരു പുറത്ത് പോയി. തുമ്പിപ്പണിനെ പ്രാവശ്യം ഞങ്ങൾ ആര്യൻ എടുത്ത് കൊടുത്തിട്ടാണ് പോകുന്നത്. സംഭവം എന്നെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അപ്പോൾ അച്ഛൻ ആര്യക്കും അപ്പൂനും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടല്ലോ, നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെയും കൂട്ടി ഞങ്ങൾ പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് അല്ലുട്ടന് പിന്നെ മുടിയും കൂടെ വെട്ടിച്ചിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഓരോരോ പരിപാടികൾ കഴിച്ചു നോക്കുക. ഇനി നല്ലൊരു പർച്ചേസിങ് നടക്കുന്നുണ്ട്. ഗിഫ്റ്റും കാര്യമൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയുള്ളത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് വൈകുന്നേരം വീണ്ടും കുട്ടികളെയൊക്കെ എടുത്തിട്ട് പോവുകയാണ്. സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ റീനമേനെ കൂട്ടുന്നതിൻ്റെ കൂടെ അവിടുന്ന് വെജിറ്റബിൾസും കാര്യങ്ങളും പിറ്റേന്നത്തേക്ക് സദ്യ ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഉണ്ടോ നമ്മളെല്ലാവരും കൂടെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഇനി എനിക്ക് കുറച്ച് ദിവസം 2-3 ദിവസമായി ഫലൂദ കഴിക്കാനുള്ള വല്ലാത്തൊരു മോഹം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങളിതാ 2 ഫലൂദ മേടിച്ചു. അമ്മയ്ക്ക് പനിയാണ്, എന്നിട്ട് പോലും അമ്മ കുറച്ച് കഴിച്ചു. അതുകൊണ്ട് എന്തായി, അമ്മയ്ക്ക് ശ്വാസം മുട്ട് വന്നു. അമ്മ ശ്വാസം മുട്ടിൻ്റെ ചെറിയൊരു അസ്ഖിത ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗിഫ്റ്റും പാക്ക് ചെയ്യായിരുന്നു. കാരണം എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചു എന്നല്ലാതെ ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ പാക്ക് ചെയ്യാണ്. അമ്മയും ആര്യയും ഒക്കെ അവിടെ നാളത്തേക്കുള്ള പച്ചക്കറികൾ അരിയുന്നുണ്ട്. പിന്നെ ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ആര്യൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇന്ന് രാത്രി തന്നെ വരും കേട്ടോ. ഇത്രമേൽ സഹായിക്കുന്ന ഒരു കുട്ടി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഗൈസ്. ഞങ്ങൾ കൊട്ടയിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ എടുക്കുന്നു. മുകളിൽ നിന്ന് താഴത്തേക്കും താഴെ നിന്ന് മുകളിലേക്കുമായിട്ട് കുട്ടി വല്ലാതെ കഷ്ടപ്പെടുകയാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ നോക്കി എന്താ അവളെ ഉദ്ദേശം. പക്ഷേ ഇത് നിർത്തുന്നേ ഇല്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര സമയം എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എത്രയോ സമയം കുട്ടി ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി വല്ല പണി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കൊടുത്ത് മുകളിലും താഴെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് വെള്ളം കലക്കിയാണ്. കാരണം നല്ല ചൂടും ഉണ്ടല്ലോ അപ്പം. അതുകൊണ്ട് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കലക്കി അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പണികളൊക്കെ നടക്കുന്നത്. ഇനി അകമൊക്കെ അടിച്ചു വാരാനുണ്ട്, തുടയ്ക്കാനുണ്ട്. കാരണം രാവിലെ അമ്മയ്ക്ക് നാളെ ലീവ് കിട്ടിയിട്ടില്ല. സോ രാവിലെ നേരം വൈകുമല്ലോ ഇതെല്ലാം കൂടെ ചെയ്ത് പോകാനാകുമ്പോഴത്തേക്കും. അപ്പം രാവിലെ എല്ലാ സാധനവും വേഗം സെറ്റാക്കണമെങ്കിൽ ഇന്ന് തന്നെ ബാക്കി പണികളൊക്കെ തീർക്കണം. അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ പണിയാണ് ഇന്ന് മെയിനായിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അല്ലുട്ടനും തുമ്മിക്കൊക്കെ ഫുഡ് കൊടുത്തു. തുമ്മി കണ്ടോ അടിച്ചു വരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഗൈസ്. അത്രയ്ക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു കുട്ടിയാണ് എൻ്റെത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആ പരിപാടികളൊക്കെ കഴിച്ചു വെച്ചു. അങ്ങനെ മേലൊക്കെ കഴുകി കിടന്നുറങ്ങി. നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2:30 ആയപ്പോഴാണ് ആര്യൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നത്. രാത്രി 2:45 കേട്ടോ. അച്ഛനും അമ്മയും സൂര്യയും വിനീഷേട്ടനും മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ അപ്പു വിളിച്ചെണീപ്പിച്ച് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇനി ആനിവേഴ്സറിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളെടുത്ത കുറച്ച് പിക്സും അവിടെ നിന്ന് എടുത്ത പിക്സും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാനെടുത്ത പിക്സാണ് കേസ്, എങ്ങനെ അടിപൊളിയായിട്ടില്ലേ? ഓക്കെ, അപ്പം എന്തായാലും ആനിവേഴ്സറി കുഞ്ഞു പരിപാടിയാണ്, അധികം ആരുമില്ല, വീട്ടുകാരൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു പ്രോഗ്രാമാണ് എങ്കിലും നമ്മുടെ എല്ലാ സന്തോഷവും സങ്കടമൊക്കെ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്, കാരണം ഒരുപാട് പേര് വിശ്വാസം കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, നല്ല ഇവർക്ക് ഇനിയും നന്നായിട്ട് പരസ്പരം സ്നേഹത്തോടെ നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ വക അല്ലേ, നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ വക ഒരു ഹാപ്പി ആനിവേഴ്സറി അപ്പൂനും ആയിരിക്കും. അപ്പോൾ ബാക്കി വീഡിയോസുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.